മലയാള സിനിമ നശിക്കാൻ പോവുകയാണ്. മലയാള സിനിമ നശിപ്പിക്കാൻ ഒരു ശക്തി മലയാളത്തിലേക്ക് വരികയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി തോന്നും ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ച് പറയാണ്. ചിലപ്പോൾ ഞാൻ ഒരു പൊട്ടത്തരം വിളിച്ച് പറയുന്നതാവാം. ബട്ട് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയ ഒരു സത്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മലയാള സിനിമയെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു സത്യം. ഇത് ഞാൻ മാത്രമല്ല, കുറേ പേരും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ പേര് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. സോ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, മലയാള സിനിമയിലേക്ക് നിങ്ങൾ എല്ലാവരും വാ, എന്നിട്ട് ഒന്നും മാറ്റരുത്, പകരം എന്തെങ്കിലും പഠിക്ക്, ഞങ്ങളിൽ നിന്ന് പഠിക്കുന്നു. അത് കേട്ടപ്പോൾ എല്ലാ മലയാളികൾക്കും ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. കാരണം നമ്മൾ എല്ലാവരും മുകളിലാണ്. മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മുകളിലാണ്. ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി നല്ല സിനിമ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുകളിലാണെന്ന് അടിവരയിട്ട് പറയാതെ പറയുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. മലയാളികൾക്ക് ബേസിക്കലി പ്രൗഡായിട്ട് പറയാം, യെസ് വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ്. ദി ബെസ്റ്റ് പറഞ്ഞാൽ കുറച്ച് കൂടി പോകും, ബട്ട് ഹ്യൂമിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പറയുകയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യൻ സിനിമ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എല്ലാവരും നമ്മളെയാണ് നോക്കുന്നത്, മലയാള സിനിമയാണ് നോക്കുന്നത്. അത് കണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗം വേണ്ടേ. അപ്പോൾ അവർ വരും, എന്നിട്ട് നമ്മുടെ ടെക്നീഷ്യൻസിന് ഓരോന്നിട്ട് കൊണ്ടുപോകും, നമ്മുടെ ആർട്ടിസ്റ്റിന് ഓരോന്നിട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഷെയറിങ്ങും പരിപാടിയൊക്കെ നടത്തി അവർക്കൊരു ഡെഫിനറ്റ്ലി ഒരു വലിയ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. പിന്നെ വരുന്ന കാര്യമാണ് മേജർ കോർപ്പറേറ്റ് കമ്പനീസ് വന്ന് ഇവിടുത്തെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഒരു വലിയ തുടങ്ങാൻ പോവുകയാണ്. ബോളിവുഡിലെ നമ്പർ വൺ നമ്പർ ടു ഒക്കെ ഒരു സബ്ജക്റ്റീവാണ്, ബട്ട് സ്റ്റിൽ വൺ ഓഫ് ദ മെയിൻ കമ്പനീസ് ധർമ്മ പ്രൊഡക്ഷൻസ് മലയാളത്തിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആയത് പടമാണ് ഒടിയൻ. പൃഥ്വിരാജും മഞ്ജു വാര്യറും മെയിനായിട്ട് അഭിനയിക്കുന്ന ഒടിയൻ. നമ്മുടെ ഡയറക്ടറാണ് നമ്മുടെ സ്വന്തം ഭൂതകാലം, പിന്നെ ബ്രഹ്മയുഗം ഒക്കെ ഡയറക്റ്റ് ചെയ്ത ഹോറർ തമ്പുരാൻ പുള്ളിക്കാരൻ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓബ്വിയസ്ലി എല്ലാവരും എക്സൈറ്റഡ് ആണ്, ഈ പ്രാവശ്യം സംഭവം കിടക്കും. ബട്ട് അതിൽ നിന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ്. അതിലൊളിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്. ധർമ്മ പ്രൊഡക്ഷൻസ് ആൻഡ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. സോ ധർമ്മ പ്രൊഡക്ഷൻസ് ഓഫ് കോഴ്സ് പൃഥ്വിരാജിൻ്റെ ഒപ്പം കുറേ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള നല്ലൊരു ബന്ധമുണ്ട്, നേരത്തെ വർക്ക് ചെയ്യുന്ന ഒരു ഇതുമുണ്ട്, പിന്നെ നല്ല സൗഹൃദമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ധർമ്മ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യങ്ങൾ, സൗഹൃദം, ബന്ധം, എന്തെങ്കിലുമുള്ള റിലേറ്റീവ് കാരണം, എന്തെങ്കിലും ഒരു ബന്ധം, റിലേഷൻ, കുടുംബം കാരണം. ഇതിൻ്റെ മെയിൻ ആരാണ്? കരൺ ജോഹർ. പുള്ളിയാണ് ധർമ്മ പ്രൊഡക്ഷൻ്റെ ഹെഡ്. പുള്ളിക്കാരൻ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോഴുള്ള മെയിനായിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ് കമ്പനീസ് മലയാളത്തിൽ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു കോർപ്പറേറ്റ് കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ സിനിമ ഇവിടെ ഉണ്ടാക്കിയാൽ സിനിമ നശിച്ചു പോകും. കോർപ്പറേറ്റ് കമ്പനികൾ കാരണം നശിച്ചു പോയ ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ദ വൺ ആൻഡ് ഓൺലി ഹോളിവുഡ്. അവരുണ്ടാക്കുന്ന പടങ്ങളാണ് ഫാക്ടറി പടങ്ങൾ. ഇതിനെയൊക്കെ ഫാക്ടറി പടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഫാക്ടറി പടങ്ങൾ ഇറങ്ങുമ്പോൾ ഫാക്ടറി രീതിയിലാണ് ഇറങ്ങുന്നത്. അത് ആർട്ടിനെ കൊന്നുകളയും. ആർട്ടിസ്റ്റ് സിനിമ അതാണ് ശരിക്കും മലയാളം സിനിമ. ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ പോലെയാണ് മലയാളം സിനിമ തോന്നുന്നത്. കാരണം അതാണ്, നമുക്ക് ഇവിടെ കോർപ്പറേറ്റ് കമ്പനീസുകളില്ല, മേജർ വലിയ കമ്പനികളില്ല. ആകെ ഉള്ളത് നമ്മുടെ ഗോകുലം ഗോപാലും ആശീർവാദ് സിനിമാസാണ്. അപ്പം അവരങ്ങനത്തെ ഒരു സംഭവം അത്രയും അവർ ബിഗ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ ഇവിടെ ഇല്ല. ആ ഒരു കൾച്ചറാണ് ഇവന്മാർ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സിനിമകൾ വളരെ മോശമായിരിക്കും. ഇൻ ടേംസ് ഓഫ് ഹോളിവുഡിൻ്റെ അത്രയും ബഡ്ജറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഹോളിവുഡ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത്. ഇവിടെ ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു കൾച്ചർ ഇവിടെ വന്നാൽ അത് വളരെ നന്നായിട്ട് സീരിയസ്ലി ആയിട്ട് ആർട്ടിനെ ബാധിക്കും. ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും നമുക്ക് തോന്നില്ല. വളരെ മെഷീനറി പോലെ ആയിരിക്കും പടങ്ങൾ. ഗ്ലാമർസ് വൈസ് ആയിരിക്കും സ്റ്റോറി ലൈൻസ് പോകുന്നത്. ആൾക്കാരും 10-20 ആൾക്കാരൊക്കെ ചേർന്ന് നിന്നിട്ട് അവരെല്ലാം കൂടി ഒപ്പീനിയനിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മീഡിയോക്കർ സംഭവമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാ രീതിയിലും, അഭിനയത്തിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും സിനിമോട്ടോഗ്രാഫിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇത് ബാധിക്കും. ആ ഒരു മീഡിയോക്രിറ്റി, ആ ഒരു വാക്കില്ലേ വെച്ചാൽ എല്ലാത്തിൻ്റെ ഒരു ബേസ് ലൈൻ വെച്ചാൽ നീ പറഞ്ഞു ഒക്കെ എല്ലാവരും കൂടി ഒന്ന് ഒപ്പിച്ചിട്ട് ഇത് എല്ലാവരും ഒപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഓക്കെയാണ്. അപ്പം അങ്ങനെ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരു
ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ, ഒരു ഡയറക്ടറിൻ്റെ അവരുടെ വിഷൻ അവർ ജെന്യുവനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ആർട്ടായിട്ട് ഇനി ഇത് സംഭവിക്കില്ല. ഇനി ഇത് സംഭവിക്കണമെങ്കിൽ ഇതേപോലത്തെ കോർപ്പറേറ്റ് കമ്പനികളെ മലയാള സിനിമയും മലയാളത്തിൽ നിന്ന് എല്ലാവരും നൈസായിട്ട് അങ്ങോട്ട് മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ ഇവിടെയും കോർപ്പറേറ്റ് കൾച്ചർ വരും. കാരണം ആ ഒരു ഇൻ്റർവ്യൂ, ഓഫ് കോഴ്സ് പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് തിരിച്ചു പോകാം. പുള്ളി തന്നെ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ലാത്തത് നല്ല കാര്യമാണ് അല്ലേ. എന്നാൽ കാരണം ഒരു നടനെ ഞങ്ങൾ വിളിക്കുമ്പോൾ അത് അയാളെ വിളിച്ചിട്ട് അയാൾ ഈ പടത്തിൽ വരുന്നു അങ്ങനെയല്ല. അവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഏജൻസിനെ വിളിക്കണം. ഏജൻസിക്കാർ കുറച്ച് നടന്മാർ അവരുടെ കയ്യിലുണ്ട്, അവരെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ആ ഒരു ഏജൻസിയിൽ നിന്നും ഓക്കെ കിട്ടിയാൽ മാത്രമേ ആ നടന് ഇവിടെ വന്ന് അഭിനയിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അത് ഇവിടെ വരാൻ പാടില്ല. ഇവിടെ വന്നാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. എല്ലാത്തിലും ഒരു അൺനാച്ചുറൽ എലമെന്റ് ഉണ്ടാവും, ഒരു റോബോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാവും, ഒരു മെഷീനറി പോലെയായിരിക്കും എല്ലാവരും വർക്ക് ചെയ്യുന്നതും. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഞാനും നിങ്ങളൊക്കെ ഓരോ കോർപ്പറേറ്റ് കമ്പനിയിലും പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്കറിയാം ഇതെങ്ങനെയാണ് എൻ്റെ ഹെഡിനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ, അവൻ്റെ ഹെഡിനെ അവനെ തൃപ്തിപ്പെടുത്താൻ. അങ്ങനത്തെ ഒരു സംഭവം സിനിമയിൽ വന്നു കഴിയുമ്പോൾ സിനിമയുടെ ആർട്ടിസ്റ്റിക് സൈഡ് നൈസായിട്ട് മാറിപ്പോകും. പിന്നെ ബിസിനസ് സൈഡ് മാത്രമേ കാണുള്ളൂ. സോ ഇതൊരിക്കലും ഒരു പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കോർപ്പറേറ്റ് കൾച്ചർ ഈസ് ഓൾവേസ് എ നെഗറ്റീവ് ഫോർ ആർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ആർട്ടിസ്റ്റിക് ഫിലിം മേക്കിംഗ്. സോ ഇതിനെന്തായാലും അവോയ്ഡ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതൊരിക്കലും പ്രോത്സാഹിപ്പെടേണ്ട കാര്യമല്ല. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇതൊരിക്കലും ഹെൽത്തി അല്ല. ഇത് വലിയ ഇൻഡസ്ട്രിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രക്ചർ ആകണം എന്ന് മാത്രമുള്ളൂ എന്ന് കരുതി ഇതേപോലത്തെ കോർപ്പറേറ്റ് കമ്പനീസിനെ ഇങ്ങാട് വിളിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ ഡീൽ ചെയ്യാം. ലൈക്ക് ഇവിടുത്തെ പടം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ നമുക്ക് അവരെ ആശ്രയിക്കാം. ബട്ട് ഇങ്ങാട് കൊണ്ടുവന്നുള്ള പരിപാടി ഞാൻ ഒരിക്കലും കൈ കൊടുക്കില്ല. ഞാൻ കൈ കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. ബട്ട് എനിക്കിതിൽ പേഴ്സണലി വലിയൊരു വിയോജിപ്പുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്, മലയാള സിനിമയെ രക്ഷിക്കാൻ. ഇനി ഈ ഒരു കാര്യം നമ്മൾ മാക്സിമം അവോയ്ഡ് തന്നെ ചെയ്യണം. സോ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.